ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ജൂലൈ 4 നടക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2025 നടന്ന പരീക്ഷയിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഉൾപ്പെടുന്ന 50 ചോദ്യങ്ങളാണ് ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് PSCയുടെ ഏത് എക്സാം എഴുതുന്നവർക്കും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. ജനറൽ PSC ടോപ്പിക്സിൽ വരുന്നതാണല്ലോ. അപ്പോൾ PSCയുടെ 10th ലെവല്, VFA, LGS പോലെയുള്ള എക്സാം എഴുതുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർക്കും ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, എല്ലാം GK ആൻഡ് CA ആണല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി രാജാ കേശവദാസൻ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജാ കേശവദാസൻ. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. കാർത്തിക തിരുനാൾ രാമവർമ്മ, അതായത് ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ് ഈ രാജാ കേശവദാസൻ തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയാകുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കാർത്തിക തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് ധർമ്മരാജ. ഈ ധർമ്മരാജയുടെ ഭരണകാലത്താണ് രാജാ കേശവദാസൻ തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഓക്കെ, 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി റാം മോഹൻ റോയി, അതായത് രാജാറാം മോഹൻ റോയി ആണ് കേട്ടോ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് റാം മോഹൻ റോയി, അതായത് രാജാറാം മോഹൻ റോയി ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയി ആണ്. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്നുകൂടി ഓർത്ത് വെക്കുക. എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്? ഓപ്ഷൻ ഡി സൺ യാസൻ. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സൺ യാസൻ ആണ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഈ ക്വിറ്റ് ഇന്ത്യ സമരവും കീഴരിയൂർ ബോംബ് കേസും ഒക്കെ നടന്ന വർഷം 1942 ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരവും കീഴരിയൂർ ബോംബ് കേസും ഒക്കെ നടന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942. അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം ഏതാണ്? 1942. ഇത് PSC മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇതും PSCയുടെ മിക്ക ചോദ്യപേപ്പറിലുള്ള ഒരു ചോദ്യമാണ്. നാറ്റോ സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? ഓപ്ഷൻ ഡി സ്വീഡൻ ആണ്. നാറ്റോ സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം സ്വീഡൻ ആണ് കേട്ടോ. നാറ്റോയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് കേട്ടോ. നാറ്റോ എന്ന് വെച്ചാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം സ്വീഡൻ ആണ്. അതായത് നാറ്റോയിലെ 32ാമത് അംഗമായി ചേർന്ന രാജ്യമാണ് സ്വീഡൻ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. നാറ്റോയിലെ 32ാമത് അംഗമായി ചേർന്ന രാജ്യമാണ് സ്വീഡൻ. അതായത്
നാറ്റോയിൽ അംഗത്വം എടുത്ത അവസാനത്തെ രാജ്യം? സ്വീഡനാണ് ഇപ്പോൾ നിലവിൽ. ഓക്കെ, ഇനി ഈ നാറ്റോയിൽ അംഗമായി ചേർന്ന 31ാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. നാറ്റോയിൽ അംഗത്വം എടുത്ത 31ാമത്തെ രാജ്യം ഫിൻലാൻഡ് ആണ്. 32ാമത്തെ രാജ്യം സ്വീഡനാണ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? സ്വീഡൻ. ഓക്കെ, മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി, കാസി കുന്നുകളുടെ സാന്നിധ്യം. മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? കാസി കുന്നുകളുടെ സാന്നിധ്യം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 ആൻഡ് 4. അപ്പൊ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ: ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1920 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. അപ്പൊ ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയായവ: ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. തന്നിരിക്കുന്ന നദികളെ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കബനി, ഭവാനി, പാമ്പാറ്. തന്നിരിക്കുന്ന നദികളെ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. എങ്ങനെയാണ് വരുന്നത്? കബനി, ഭവാനി, പാമ്പാറ്, ഈ ഒരു ഓർഡറിലാണ് വരുന്നത് കേട്ടോ. ഈ 3 നദികൾക്കൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. അതെപ്പോഴും ബിസി ചോദിക്കുന്നതാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന്? 3. ഏതൊക്കെ നദികളാണ്? കബനി, ഭവാനി, പാമ്പാറ്. ഓക്കെ, കേരളത്തിൽ മൊത്തം 44 നദികളാണ് ഉള്ളത്. അതിൽ 44 നദികളിൽ 3 കിഴക്കോട്ടൊഴുകുന്നവയാണ്. അതാണ് കബനി, ഭവാനി, പാമ്പാറ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ഓപ്ഷൻ ഡി 2 ആൻഡ് 4. ശരിയായ പട്ടികകൾ: ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം, ക്രമമായ താപനഷ്ട നിരക്ക്, നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം, സമുദ്രജല പ്രവാഹം. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പട്ടിക ഏതാണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം, ക്രമമായ താപനഷ്ട നിരക്ക്, നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം, സമുദ്രജല പ്രവാഹം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഓപ്ഷൻ ഡി നൈട്രജൻ. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകം ഏതാണ്? നൈട്രജൻ. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളാണ് ഓസോണ്, മീഥെയ്ന്, കാർബൺ ഡൈ ഓക്സൈഡ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ഓസോണ്, മീഥെയ്ന്, കാർബൺ ഡൈ ഓക്സൈഡ്. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരി ആയത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 ആൻഡ് 4. ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണേ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത്: റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലാണ്
ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്? 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അപ്പൊ ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ചുള്ള തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ: റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 350 മീറ്റർ ഉയരമുള്ള നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യ ഒരു പ്രശസ്തമായ പുസ്തകം രചിച്ചിട്ടുണ്ട്. അത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഓർത്ത് വെച്ചോണേ, PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന്? എം വിശ്വേശ്വരയ്യാണ് കേട്ടോ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. എം വിശ്വേശ്വരയ്യയുടെ കാര്യം പറയുമ്പോൾ ഇതും കൂടി ഓർത്ത് വെച്ചോണം. എന്താണ്? 2 പോയിന്റ്സ് പ്രധാനമായിട്ടും PSC ചോദിക്കുന്നതാണ്. എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഓക്കെ. ഈ ഡിഗ്രി ലെവൽ എക്സാമിന് ഈ പുസ്തകം രചിച്ച വർഷം, ഇങ്ങനെയുള്ള വർഷങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഡിഗ്രി ലെവൽ എക്സാമും കൂടെ ഉണ്ടല്ലോ. ഡിഗ്രി മെയിൻസ് ഇപ്പം ഉടനെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചു. 1934 ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച വർഷം 1934. അത് ജസ്റ്റ് ഒന്ന് ചുമ്മാ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി കേട്ടോ. കാരണം PSC ഇപ്പം ഡിഗ്രി ലെവലിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ചോദിക്കാറുണ്ടേ. ഓക്കെ. പ്രതിശീർഷ വരുമാനം എന്നത്? ഓപ്ഷൻ എ ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. അതായത് ഒരു രാജ്യത്തിൻ്റെ ആകെ ദേശീയ വരുമാനത്തെ അവിടുത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് പ്രതിശീർഷ വരുമാനം, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. എന്താണ് പ്രതിശീർഷ വരുമാനം എന്നത്? എന്താണ്? ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. അതായത് ഒരു രാജ്യത്തിൻ്റെ ആകെ ദേശീയ വരുമാനത്തെ അവിടുത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കു മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഓപ്ഷൻ ഡി സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കു മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഇതെല്ലാം PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ എപ്പോഴും ചോദിക്കുന്നത് സെസ് എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു പ്രത്യേക ആവശ്യത്തിനായി ചുമത്തുന്ന നികുതിയാണ് സെസ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഒരു പ്രത്യേക ആവശ്യത്തിനായി ചുമത്തുന്ന നികുതിയാണ് സെസ്. ഓർത്ത് വെച്ചോണം. ഒരു പ്രത്യേക ആവശ്യത്തിനായി ചുമത്തുന്ന നികുതിയാണ് സെസ്. സെസ്സും ചാർജും കാണുമ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷനൊക്കെ വരും. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കു മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഈ സർചാർജ്. സെസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി ചുമത്തുന്ന നികുതിയാണ് സെസ്. ഓക്കെ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി, 9ാം പഞ്ചവത്സര പദ്ധതി. ഈ 50 9 പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, അത് വെച്ചാൽ ഓർത്താൽ
മതി കേട്ടോ, 50-9. അപ്പം അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, അത് വെച്ച് ഇതങ്ങ് ഓർത്ത് വയ്ക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? 1947 അപ്പോൾ 50 വർഷം എന്നാ വന്നേ? 1997 അതിൻ്റെ 50-ാം വർഷമാകുന്നത്. അപ്പോൾ 97 മുതൽ 2002 വരെയുള്ള പീരീഡിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഈ 9-ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. അത്രയേ ഉള്ളൂ. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 50-ാം വർഷം എന്ന് പറയുമ്പോൾ 1997. അപ്പോൾ 97 to 2002 ആ ഒരു കാലയളവിലുള്ള 9-ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. ഇതും PSC മിക്ക പരീക്ഷകളിലും സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം. താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം. ഇതിലെ ഈ ശിവരാമൻ കമ്മിറ്റിയും കാർവേ കമ്മിറ്റിയും PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായത്തിന്റെ രൂപീകരണം. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് PSCയുടെ സ്ഥിരം ചോദ്യം. ഓക്കെ, ഈ 3 കമ്മിറ്റികളും പഠിക്കുക കേട്ടോ. ഓക്കെ, വാഗുൽ കമ്മിറ്റി അതാ നമ്മൾ അധികം കേട്ടിട്ടില്ല, റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്, എന്നാലും അതും പഠിച്ചു വയ്ക്കുക. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ആണ്. യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ഡി LIC. യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? LIC. ഇത് ഞാനൊരിക്കലും മറക്കത്തില്ല, കാരണം എൻ്റെ അമ്മ LICയിലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് അറിയാവുന്നൊരു ചോദ്യമാണ്. യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? LICയുടെ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A അതായത് 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെ? ഓപ്ഷൻ ബി 1, 2, 3, 4. പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് തൊഴിൽക്കര അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെയാണെന്ന്? തൊഴിൽക്കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ എത്ര മൗലിക കടമകൾ, അതായത് എത്ര മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടെന്ന് PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ 11 മൗലിക കടമകൾ അല്ലെങ്കിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ആ ഒരു പോയിന്റ് ഒന്ന് ഇവിടെ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം അത് 11 PSC എപ്പോഴും ചോദിക്കാറുണ്ട്. മൗലിക കർത്തവ്യങ്ങളുടെ അല്ലെങ്കിൽ മൗലിക കടമകളുടെ എണ്ണം 11 അതിൽ ഇപ്പം ഈ തന്നിരിക്കുന്ന 4 പോയിന്റ്സ് അതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ 11 എണ്ണം ഏതാണെന്ന് മിക്ക റാങ്ക് ഫയലിലും ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അതല്ല ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ 50 ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അത്രയും വൈഡായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും വൈഡായിട്ട് അതെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര സുഖമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ,
അല്ലെങ്കിൽ അതൊരു ടോപ്പിക്ക് തന്നെ ആയിട്ട് എടുക്കണം, മൗലിക കടമകൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങളത് പ്രത്യേകം പഠിച്ചോണം കേട്ടോ, മൗലിക കടമകൾ ഏതൊക്കെയാണെന്നേ. ആ 11 എല്ലാ റാങ്ക് ഫയലിലും ഉണ്ട്. ചേരുംപടി ചേർക്കുക, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ 27ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. ഭരണഘടനയുടെ 13ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. ഭരണഘടനയുടെ 226ാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ. ചേരുംപടി ചേർക്കുക, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഭരണഘടനയുടെ 27ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. ഭരണഘടനയുടെ 13ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. ഭരണഘടനയുടെ 226ാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം. ഇതിലെ ഈ 1, 2, 4 ഈ 4 ഇത് 3 PSC എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. 1, 2, 4 PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 13ാമത്തെ വകുപ്പും അതും PSC ചോദിച്ചിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര റിപ്പീറ്റഡ് അല്ല. അപ്പം അതെല്ലാം തന്നെ പഠിക്കുക കേട്ടോ. ഭരണഘടനയുടെ 13ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. ബാക്കി 3 PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 3 കേട്ടോ, 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന. ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. ഭാഗം 3-ലല്ല, ഭാഗം 2-ലാണ് കേട്ടോ. ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അങ്ങനെയാണ് വരേണ്ടത്. ഓർത്ത് വെച്ചോണം, കറക്റ്റായിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന അതിവിടെ കൊടുത്തിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റാണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2-ലാണ്. അതായത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ്. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം, PSC എപ്പോഴും ചോദിക്കാറുണ്ട്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളും കൂടി ഒന്ന് നോക്കാം. അത് 1, 2, 4 ആണേ. അപ്പോൾ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഇത് 3 പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പാർലമെന്റാണ് പൗരത്വത്തെക്കുറിച്ച് നിയമമുണ്ടാക്കാൻ അധികാരം ഉള്ളത്. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആർക്കാണെന്ന്? അത് ഇന്ത്യൻ പാർലമെന്റിനാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഓപ്ഷൻ സി, എ, ബി, സി, ഡി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ: 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ: 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ചേരുംപടി ചേർക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഈ വകുപ്പുകളൊക്കെ 10th ലെവൽ എക്സാമിനൊക്കെ ഇത് സെപ്പറേറ്റ് തന്നെ ചോദിക്കാറുണ്ട്. ഇത് +2 ലെവൽ എക്സാമാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 3 തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന എന്താണ്? അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. ഇതാണ് ഈ തന്നിരിക്കുന്നതിലെ തെറ്റായ പ്രസ്താവന. അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ടെന്നുള്ളത്. ഈ അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ കേട്ടോ. സംസ്ഥാനങ്ങൾക്ക് അതിൽ അധികാരമില്ല. ഓർത്തു വെച്ചോണം, PSC എപ്പോഴും ചോദിക്കാറുമുണ്ട്. അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂവറി പവേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ, സംസ്ഥാന ഗവൺമെന്റിന് അധികാരം ഇല്ല കേട്ടോ. അത് പ്രത്യേകം ഓർത്തു വെക്കുക. അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പം ഈ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 4. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചോണേ, അതൊന്ന് പറയാം. തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ: കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. ഈ 3 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെപ്പറേറ്റ് തന്നെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഇതെല്ലാം അവശിഷ്ട അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ റെസിഡ്യൂവറി പവേഴ്സ്. ഏതൊക്കെയാണ് അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ്. അപ്പം ഈ സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിൽ പെടുന്നു, ഏത് അധികാരങ്ങളിൽ പെടുന്നു എന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിലാണ് കേട്ടോ.
കേന്ദ്ര സംസ്ഥാന ലിസ്റ്റുകളിലൊന്നുമല്ല, അവശിഷ്ട അധികാരങ്ങളിലാണ് ഈ സൈബർ നിയമങ്ങൾ പെടുന്നത്. അത് PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പം അത് പഠിച്ചു വെക്കുക. സൈബർ നിയമങ്ങൾ എവിടെയാണ് ഉൾപ്പെടുന്നത്? അവശിഷ്ട അധികാരങ്ങളിലാണ് ഈ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത്. പിന്നെ അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്താണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. കാനഡയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നുമാണ്. ഓക്കെ, പിന്നെ എന്താണ്? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. ഓക്കെ, അത് 3 ശരിയായ പ്രസ്താവനകളാണ്, ഓർത്തു വയ്ക്കുക. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത്? ഓപ്ഷൻ ബി മൂന്നാമത്തെയാണ്. 3 പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. ഈ പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? സവിശേഷതകളിൽ പെടാത്തവ. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല എന്ന്. പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ മന്ത്രിസഭ എപ്പോഴും നിയമനിർമ്മാണ സഭയോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കുവേ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെറ്റാണ്. അങ്ങനെയാണോ വരേണ്ടത്? അല്ല. ഈ പാർലമെന്ററി സമ്പ്രദായത്തിൽ മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് എപ്പോഴും പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം ആ ഒരു പോയിന്റ്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പാർലമെന്റ് സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടുന്നവയാണ് കൂട്ടുത്തരവാദിത്തം, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാ അംഗങ്ങള്, പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. അപ്പൊ അതും കൂടെ ഓർത്തു വെക്കുക. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടുന്നവ: കൂട്ടുത്തരവാദിത്തം, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാ അംഗങ്ങള്, പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത്. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 1, 2, 3, 4. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർ അപ്പീൽ പറ്റില്ല. അപ്പൊ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർ അപ്പീൽ പറ്റില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, ഡോക്ടർ സിറിയക് തോമസ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ഡോക്ടർ സിറിയക് തോമസ് ആണ്. ഓക്കെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ
MR ബൈജു ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. ബൈജുവിനെ എല്ലാവരും ചിലപ്പോൾ ബിജു എന്നൊക്കെ വായിച്ചു വെക്കും. അങ്ങനെ ചെയ്യരുത്. എനിക്ക് തോന്നുന്നത് ഏതോ PSC പരീക്ഷയിൽ അങ്ങനെ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. ബൈജു ആണ് കേട്ടോ. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ കേരള PSCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ബൈജുവിനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓർത്ത് വെച്ചോണം. ഒന്നുകൂടി പറയുവാണേ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ, അതായത് കേരള PSCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ബൈജു. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? ഓപ്ഷൻ സി, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ, അതായത് MLA മാരെ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ. ഓക്കെ. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 1 കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രൂപീകരിച്ചത് 1964 ഡിസംബർ 3. അപ്പോൾ ഇവിടെ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രൂപീകരിച്ചത് 1964 ഡിസംബർ 3 കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് 1994 ഡിസംബർ 3 കേട്ടോ. ഓർത്ത് വെച്ചോണം. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് 1994 ഡിസംബർ 3 കേട്ടോ. മറക്കരുത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഡിസംബർ 3. ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. ആ പോയിന്റ്സ് പ്രത്യേകം ഓർത്ത് വെച്ചോണം. 3 ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കാറുമുണ്ട്. ഈ 10th ലെവലിലൊക്കെ ആണെങ്കിൽ ഇത് സെപ്പറേറ്റ് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഈ 3 പോയിന്റ്സും പിന്നെ എന്താണ് ഓർക്കേണ്ടത്? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഡിസംബർ 3. ഓക്കെ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4ാമത്തെ പ്രസ്താവനയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടുന്നവയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക, സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടുന്നവ: ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക, സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. ഓക്കെ. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം: ഓപ്ഷൻ സി പാർക്കിൻസൺസ് ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ചയിൽ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ എ എറിത്രോപോയിറ്റിൻ. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീന് ഏതാണ്? ഓപ്ഷൻ ഡി GLUT4 ആണ് കേട്ടോ.
ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ എന്ന് പറയുന്നത് GLUT4 GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? ഓപ്ഷൻ ബി അഗ്ലൂട്ടിനേഷൻ. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ. അപ്പം ഈ വൈഡൽ ടെസ്റ്റ് അത് എന്തിന്റെ രോഗനിർണയത്തിനാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ടൈഫോയിഡ്, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ്? ടൈഫോയിഡ് രോഗത്തിന്റെ നിർണയത്തിനാണ്. അത് PSCയുടെ 10th ലെവലിലെ ഒരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കിക്കേ, ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ. ഓക്കെ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഓപ്ഷൻ ബി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഈ ചോദ്യം മുമ്പുണ്ടായിരുന്നല്ലേ, അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ കൊല്ലത്തെ ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലത്തെ ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ഇതും PSCയുടെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഓപ്ഷൻ എ ഗുരുത്വാകർഷണ ബലം. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ശക്തിയേറിയ ബലം ന്യൂക്ലിയർ ബലമാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഏറ്റവും ശക്തിയേറിയത്, അതായത് ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലമാണ്. ഓർത്ത് വെക്കുക, ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം, ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലം. ഇതൊക്കെ PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. കിലോ വാട്ട് അവർ KWH എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ സി ഊർജം. KWH അഥവാ കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റ് ആണ്? ഊർജത്തിൻ്റെ, എനർജിയുടേത്. ഇതും PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻ ഡി സ്പാഡക്സ് മിഷൻ. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര് സ്പാഡക്സ് മിഷൻ. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ്? ഓപ്ഷൻ ബി സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ് സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു എന്നുള്ളത്. ഓക്കെ. ആറ്റോമിക സംഖ്യ 120 ആയിട്ടുള്ള മൂലകത്തിന്റെ IUPAC നാമം ആണ്? ഓപ്ഷൻ എ അൺബൈലിനിയം. ആറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം അൺബൈനിലിയം. താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥലോഹങ്ങൾ ഉപലോഹങ്ങൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മഗ്നീഷ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ അർത്ഥലോഹങ്ങൾ അല്ലെങ്കിൽ അഥവാ ഉപലോഹങ്ങൾ അല്ലാത്തത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം ഒരു ലോഹമാണ് കേട്ടോ, ശുദ്ധമായ ഒരു ലോഹമാണ് ഈ മഗ്നീഷ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹങ്ങൾ അല്ലാത്തവ മഗ്നീഷ്യമാണ്. ഓർത്തു വയ്ക്കുക, മഗ്നീഷ്യം ഒരു ശുദ്ധമായ ലോഹമാണ്. സിലിക്കൺ, ജർമേനിയം, ടെലൂറിയം ഇതൊക്കെ ഉപലോഹങ്ങളാണ് കേട്ടോ, അർത്ഥലോഹങ്ങൾ. സിലിക്കൺ, ജർമേനിയം, ടെലൂറിയം ഇതൊക്കെ അർത്ഥലോഹങ്ങൾ അഥവാ ഉപലോഹങ്ങളാണ്.
ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ് ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻസ് ഓണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്ന് ലഭിച്ച സ്ഥാണു രവിവർമ്മയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്തു നിന്ന് ലഭിച്ച സ്ഥാണു രവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശം ഉണ്ട്. PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഏത് തമിഴ് കൃതിയിലാണ് ഈ ഓണത്തെപ്പറ്റി പരാമർശമുള്ളത് കേട്ടോ. മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. (2025) നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. ഓപ്ഷൻ ഡി ഗായത്രി സ്പിവാക്ക്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി സ്പിവാക്ക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. ശരിയായ പ്രസ്താവന വായിക്കാം. 2ാമത്തെ പ്രസ്താവന ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കേട്ടോ. ഇവിടെ ശരിയായ പ്രസ്താവന ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. അപ്പം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഇവിടുത്തെ 1ാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ശരിയായ പ്രസ്താവന വായിക്കാം. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് MS ധോണി. നോക്കിക്കേ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായവ കണ്ടെത്തുക. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്നു MS ധോണി. അതാണ് ശരിയായ പ്രസ്താവന. എനിക്ക് MS ധോണിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് MS ധോണിയുടെ ക്യാപ്റ്റൻസി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾ ചിലർ MS ധോണിയും വിരാട് കോഹ്ലിയും ഉള്ളപ്പോൾ എല്ലാവർക്കും ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. ചിലർ വിരാട് കോഹ്ലി ഫാനായിരിക്കും, ചിലർ MS ധോണി ഫാനൊക്കെ ആയിരിക്കും. പിന്നെ രോഹിത് ശർമ്മ, MS ധോണി കഴിഞ്ഞിട്ടാണ് രോഹിത് ശർമ്മയും MS ധോണിയുടെ സമയത്താണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് MS ധോണിയുടെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ MS ധോണിയുടെ ഫാൻസ് അല്ലാത്തവരും ഫാൻസ് ആയവരും ഓർത്ത് വെക്കുക കേട്ടോ. ഞാനെന്തായാലും ഇത് ഓർത്ത് വെക്കും, കാരണം ഞാൻ എൻ്റെ ഒരു ഫാനായിട്ടുള്ള ആളായിരുന്നു MS ധോണി. ഓക്കെ, ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് MS ധോണി. ധോണി ഫാൻസ് ആയിരുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നെ പോലെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകളെ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്.
വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായവ. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്